Hello everyone. In the last few classes, we were discussing about the measurable sets. Okay, measurable sets in a question നമ്മൾ പഠിച്ചത്. അപ്പോൾ last classൽ നമ്മൾ നിർത്തിയ theorem ഇതായിരുന്നു. എന്തായിരുന്നു theorem? Let A be a class or subset of A space X. Then there exists a smaller sigma algebra S containing A. We say that S is the sigma algebra generated by A. നമ്മൾ ഈ theoremത്തിൽ Aക്ക് പകരം എന്താണ് we have taken a special case class. Consider the class of intervals of the form of closed open interval AB. Okay, അപ്പോൾ നമ്മൾ A എന്ന് പറയുന്നത് class of intervals of the form or closed open interval AB ആണ്. അങ്ങനെയാണെങ്കിൽ there exists a sigma algebra, smallest sigma algebra generated by ഇതെന്താണ് class of intervals of the form closed open interval AB, right? അങ്ങനെയാണെങ്കിൽ ആ സിഗ്മ ഓൾജിബ്രയിലുള്ള എലമെന്റ്സിനെയൊക്കെ പറയുന്ന പേരാണ് ബോറൽ സെറ്റ്സ് എന്നും ആ സിഗ്മ ഓൾജിബ്രയെ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ബി ഉപയോഗിച്ചുമാണ് നോട്ടേറ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ എന്താ പറഞ്ഞത്? ക്ലാസ് ഓഫ് ഇന്റർവൽസ് ഓഫ് ദ ഫോം ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ എ ബി എടുക്കുക. അത് there exists a smallest sigma algebra containing that class, and that class sets of that class is called model sets, and it is denoted as capital B. അത് നമ്മുടെ സ്പേസ് ഇവിടെ x ഏതാണ്? Capital R. Okay, now we will move on to a theorem. Theorem statement is like this: B is a subset of M. എന്താ പറഞ്ഞിരിക്കുന്നത്? Model set ആരുടെ സബ്സെറ്റ് ആണ്? സ്ക്രിപ്റ്റ് എമ്മിന്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണം. എം എന്താണ്? മെഷറബിൾ സെറ്റ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഷോ ദാറ്റ് എവരി ബോറൽ സെറ്റ് ഈസ് മെഷറബിൾ. ഓക്കെ, എല്ലാ ബോറൽ സെറ്റും എന്താണെന്ന് കാണിക്കണം? മെഷറബിൾ ആണെന്ന് കാണിക്കണം. ഇറ്റ് ഇസ് സിമ്പിൾ വൺ. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ഈസ് ഇറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് ബി? ബി ഈസ് ദ സിഗ്മ ഓൾജിബ്ര ജനറേറ്റഡ് ബൈ ക്ലാസ് ഓഫ് ഇന്റർവൽസ് ഓഫ് ദ ഫോം ഏതാണ്? closed open interval AB എന്നാണ് നമ്മൾ പഠിച്ചത് ആണല്ലോ. അത് മാത്രമല്ല, B is a sigma algebra generated by each of the following classes. ഏത് വേണമെങ്കിലും ആവാം. It can be open intervals, the open sets, the G delta set and the F sigma set. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Okay. Also, as we know that what is B? B is a sigma algebra generated by what is it? Class of intervals of the form ഏതാണ്? Intervals of the form closed open interval. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തായിരുന്നു every interval എന്താണ്? Measurable ആണ്. Every interval is measurable, right? So what is it? B is a sigma algebra where A generated by closed interval AB which is measurable. Okay, what is M? M is the class of all measurable sets. Of course, B will be a subset of what is it? M script M in the end subset ആയിരിക്കും. Okay, now we have got that every Borel set is measurable. The obvious case, right? ഇനി എന്താ നമ്മൾ കാണിക്കാൻ പോകുന്നത്? വി ഹാവ് ടു ഷോ ദാറ്റ് ബി എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ഇന്റർവൽസ് മാത്രമല്ല, ഓപ്പൺ ഇന്റർവൽസ് വേണമെങ്കിലും ആവാം, ഓപ്പൺ സെറ്റ് ആവാം, ജി ഡെൽറ്റ ആവാം, എഫ് സിഗ്മ സെറ്റ് ആവാം. അപ്പൊ ഓരോ കേസസ് ആയിട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് കേസ് നമുക്ക് എന്താണ്? ഓപ്പൺ ഇന്റർവൽ ആണ്. ഓപ്പൺ ഇന്റർവൽ കേസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വി ഹാവ് ലെറ്റ് B1 be the സെക്കൻഡ് പ്രൂവ് ചെയ്യാണ്. B1 be the sigma algebra generated by what is it? Generated by first case ഏതാണ്? By open intervals. What you have to show? We have to show that B is equal to B1 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് ഓഫ് ആണ്, റൈറ്റ്? അപ്പൊ എന്താണ്? നമ്മൾ ഈക്വാലിറ്റി കാണിക്കണമെങ്കിൽ സബ്സെറ്റിന്റെ രണ്ട് സൈഡ്, ദാറ്റ് ഇസ് വി ഹാവ് ടു ഷോ ദാറ്റ് B subset of B1 and B1 is a subset of B എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് ഓവർ ആയി, റൈറ്റ്? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നമ്മളപ്പോ ഇനി എന്താ കാണിക്കുന്നത്? let B1 be a sigma algebra generated by open intervals. ഓക്കെ, അപ്പൊ നമുക്കിനി കാണിക്കേണ്ടത് B1 is equal to B എന്ന് വേണം കാണിക്കാൻ. B is what is it? Sigma algebra generated by what is it? ഇതിന്റെ അകത്ത് വരുന്ന class of intervals ഏതാണ്? closed open intervals. B1 ന്റെ അകത്ത് വരുന്ന class of intervals ഏതാണ്? Open intervals.
ഓക്കെ, അപ്പോൾ നമുക്ക് B1 is a subset of B എന്നും B is a subset of B എന്നും കാണിച്ചു കഴിഞ്ഞാൽ we can write that B1 is equal to B2. For that നമുക്കറിയാം ഏതൊരു ഓപ്പൺ ഇന്റർവെലിനെയും ക്ലോസ്ഡ് ഇന്റർവെലിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റും ആണല്ലോ. ദിസ് ഇസ് ഓപ്പൺ ഇന്റർവെൽ AB ആണെങ്കിൽ we can take this as A plus 1 by A. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ A plus 1 by n B എന്നുള്ള ഇന്റർവെലിന്റെ യൂണിയൻ n is equal to 1 to infinity എടുത്താൽ നമുക്കറിയാം എന്താണ്, as n tends to infinity it will converge to what is it, A ലോട്ട് വരും, but അത് A എത്തത്തുമില്ല ആണല്ലോ. it will tend to A, it is not is equal to A, so it is open interval AB, റൈറ്റ്. അപ്പോ ഓപ്പൺ ഇന്റർവെൽ എ ബിനെ നമുക്ക് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽസിന്റെ യൂണിയൻ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ദാറ്റ് മീൻസ് B1 എലമെന്റ് എടുത്തപ്പോൾ അത് എവിടെ വന്നു, ബിയിലെ എലമെന്റ് ആയിട്ട് വന്നു. സിഗ്മ ആൾജിബ്ര ആണല്ലോ. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് B1 is a subset of what is it, B. ഓക്കെ, സിമിലർലി നമുക്ക് ഇനി അടുത്ത എന്താണ്, ബിയിലുള്ള ഇന്റർവെൽ എടുക്കാം. ക്ലോസ്ഡ് ഇന്റർവെൽ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ എ ബി എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് A minus 1 by n, right? This can be written as intersection n is equal to 1 to infinity open interval AB. Open interval A minus 1 by n comma B, right? Actually, as ഇങ്ങനത്തെ ഇന്റർവെൽസ് as n tends to infinity ഇങ്ങനെയുള്ള ഇന്റർവെൽസിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഏതാ വരുന്നത്, A ഇൻക്ലൂഡ് ചെയ്യും, ഓപ്പൺ B എന്ത് ചെയ്യത്തില്ല, ഇൻക്ലൂഡ് ചെയ്യത്തില്ല, റൈറ്റ്? അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്, ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ is a subset of open interval എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, we can say that B is a subset of B1. From these two inequalities we can say that B is equal to what is it, B1. Apo sigma algebra generated by class of the interval of the form closed open interval edin equal ayi, class of the generate sigma algebra generated by what is it, open intervals. Okay, അപ്പോൾ നമ്മൾ ഓപ്പൺ ഇന്റർവെൽസിന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇനി അടുത്ത ആർക്കാ വേണ്ടത്, നമുക്ക് ഓപ്പൺ സെറ്റ്സിനാണ് വേണ്ടത്, റൈറ്റ്? ബട്ട് ഓപ്പൺ സെറ്റ്സ് ആണ്, എവറി ഓപ്പൺ സെറ്റ് ഇസ് ദ യൂണിയൻ ഓഫ് സീക്വൻസ് ഓഫ് ഓപ്പൺ ഇന്റർവെൽസ്. ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും ഓപ്പൺ ഇന്റർവെൽസിന്റെ യൂണിയൻ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ദ സെക്കൻഡ് റിസൾട്ട് ഫോളോസ്, റൈറ്റ്? ഇനി അടുത്ത നമുക്ക് വരേണ്ടത് ജി ഡെൽറ്റ സെറ്റും എഫ് സിഗ്മ സെറ്റുമാണ്. ഈ ജി ഡെൽറ്റ സെറ്റ് എന്താണ്, വാട്ട് ഈസ് എ ജി ഡെൽറ്റ സെറ്റ്? നമുക്കറിയാം, ടോപ്പോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് നോട്ട് ഓപ്പൺ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഒരു ഓപ്പൺ ഇന്റർവൽ ഞാൻ എടുക്കുകയാണ്, A minus 1 by n, A plus 1 by B plus 1 by n. This is an open interval. ഇതിന്റെ കൗണ്ടബിൾ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ആസ് n tends to infinity it will become closed interval A B, right? ആണ് നോക്കിക്കേ, this is A, this is B, this is A minus 1 by n and B plus 1 by n, right? As n tends to infinity A plus 1 by n ന്റെ അകത്ത് ഇന്റർസെക്ട് ഇൻക്ലൂഡ് ചെയ്യും, ആര് ഇൻക്ലൂഡ് ചെയ്യും, A ഇൻക്ലൂഡ് ചെയ്യും, B plus 1 by n വരുമ്പോൾ B ഇൻക്ലൂഡ് ചെയ്യും. സോ കൗണ്ടബിൾ intersection of open intervals എന്തല്ല, it is not open, right? അപ്പോൾ G delta set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is countable intersection of എന്താണ്, open sets. Okay, countable intersection of is a one which is a countable intersection of open set. ഇനി അടുത്തത് F sigma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, F sigma del set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടോപ്പോളജിയിൽ നമ്മൾ പഠിച്ചത് എന്താണ്, കൗണ്ടബിൾ യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് എന്തല്ല, ക്ലോസ്ഡ് അല്ല, റൈറ്റ്? അതിന് ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് 1 by 2 this is a closed set, right? 1 by n 2 is a closed set. Countable union n is equal to 1 to infinity. As n tends to infinity 1 by n tends to what is it, 0. പക്ഷെ അതിൽ ആര് വരത്തില്ല, 0 വരത്തില്ല. This is an interval, open closed interval 0 to 1. നമ്മൾ ടോപ്പോളജിയിൽ പഠിച്ചിട്ടുണ്ട്, കൗണ്ടബിൾ യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് അല്ല, ക്ലോസ്ഡ് അല്ല. സോ എഫ് സിഗ്മ സെറ്റ് എന്ന് പറയുന്നത് what is it, F sigma set is a countable union of, or is a one which is a countable union of closed sets. This is what is it, countable union of closed sets. Okay, അപ്പോൾ
എഫ് സിഗ്മ സെറ്റും ജി ഡെൽറ്റ സെറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് എഫ് സിഗ്മ സെറ്റ് എന്ന് പറയുന്നത് ജി ഡെൽറ്റ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും. വൈസ് versa is also correct. Okay, ജി ഡെൽറ്റ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും എഫ് സിഗ്മ സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ ഇന്റർവെൽസിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണം, യൂണിയൻ n is equal to 1 to infinity n complement the whole complement എന്ന് എഴുതാം. റൈറ്റ്? അപ്പോ എഫ് സിഗ്മ സെറ്റ് ആയാലും ജി ഡെൽറ്റ സെറ്റ് ആയാലും എന്താണ്, ഈസ് ഫോംഡ് ഫ്രം ഓപ്പൺ സെറ്റ്സ് യൂസിങ് കൗണ്ടബിൾ ഇന്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെന്റ്. ഓക്കെ, ഇന്റർസെക്ഷനും കോംപ്ലിമെന്റും ഒക്കെ എവിടെ വരുന്ന കാര്യമാണ്, സിഗ്മ ആൾജിബ്രയിൽ ഓൾറെഡി ഉള്ളതാണ്. ഇപ്പൊ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അത് കൗണ്ടബിൾ യൂണിയൻ, അതിന്റെ കോംപ്ലിമെന്റ് എല്ലാം എവിടെ വരും, ആ സെറ്റിൽ തന്നെ വരും. റൈറ്റ്? സോ എഫ് സിഗ്മയും ജി ഡെൽറ്റയും സിഗ്മ ആൾജിബ്രാസ് ആണ്. എങ്ങനത്തെയാണ്, ഓപ്പൺ ഇന്റർവൽസിന്റെ വെച്ച്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഓപ്പൺ ഇന്റർവൽസ് വെച്ച് ജനറേറ്റ് ചെയ്യുന്നതും എന്താണ്, Borel set ആണ്. Right? So now we have concluded that a Borel set is B is the sigma algebra generated by open intervals, open set, G delta and F sigma set. ഈ G delta-യും F sigma set-ഉം എന്താണെന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തു വെച്ചേക്കാം. We will move on to a theorem or example. Next one. Consider the example. For any set A, there exists a measurable set E containing A such that m star of A is equal to m of E. എന്താ പറഞ്ഞിരിക്കുന്നത്? For any set A, there exists a measurable set E containing A. ഇവിടെ എം ഓഫ് ഇ എഴുതിയത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൊട്ടേഷൻ മാറി. എന്താണ്, മെഷറബിൾ ആണെങ്കിൽ നമ്മൾ മെഷർ ആണ് എഴുതുന്നത്, എം ആണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെഷർ, ലെബേക് മെഷർ. മറ്റേത് ഔട്ടർ മെഷറിന്റെ ഡെഫിനിഷൻ നൊട്ടേഷൻ. റൈറ്റ്? ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു എക്സാമ്പിളും നെക്സ്റ്റ് ഇന്ന് എഴുതിയ ബോറൽ സെറ്റിന്റെ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. By the example 2 we have, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, for any set A and epsilon greater than 0 there exists എന്താണ്, open set O containing A such that what is it, m star of O is less than or equal to m star of A plus epsilon, where O എന്താണ്, open set. Right? We have already seen this, that if എന്താണ്, A for any set A there exists and epsilon greater than 0 there exists an open set O containing A such that m star of O is less than or equal to m star of A plus epsilon. ഓക്കെ, നമ്മൾ ഇവിടെ ഈ റിലേഷനിൽ എപ്സിലോണിന് 1/n കൊടുക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റിന് O എന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 1 എങ്ങനെ റീറൈറ്റ് ചെയ്യപ്പെടാം നമുക്ക്, m star of ON is less than or equal to m star of A plus what is it, 1/n. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഓപ്പൺ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാണ്. ഇന്റർസെക്ഷൻ n is equal to 1 to infinity ON. This is a countable intersection of open sets. Countable intersection of open set എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചത്, that is G delta set. Right? G delta set ഒരു Borel set ആണ്. Borel set എപ്പോഴും എന്തായിരിക്കും, measurable ആയിരിക്കും. Right? So this is measurable. Right? അപ്പോ നോക്കിക്കോള, എന്താ, what is it, we have got OA is a subset of ON for each n. അങ്ങനെയാണെങ്കിൽ A is a subset of എന്താണ്, intersection ON. n is equal to 1 to infinity ON. Right? If we take this as E, we will get A is a subset of E. അപ്പൊ what have got, നമ്മൾ എടുത്ത conclusion എന്താണ്, we have got an measurable set that contains A. അപ്പൊ first condition satisfy ചെയ്തു. There exists a measurable set E containing A. Right? ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്, we have to show that m star of A is equal to m of E. നമുക്ക് ഔട്ടർ മെഷറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇവിടെ പറയാം, സബ്സെറ്റ് ആയതാണ് m star of A is less than or equal to m of E. ഇവിടെ m of E എഴുതാൻ കാര്യം എന്താണ്, A is measurable. Right? So we have got m star of A is less than or equal to m of E. Right?
also we have E is equal to what is it? Intersection ON. N is equal to 1 to infinity. Right? Appo E എവിടെയുള്ള element ആണ്? belongs to what is it? ON. For each n. ആയിരിക്കുമല്ലോ for if E is equal to intersection of ON, then E belongs to ON for each n. Right? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? E is a subset of ON. Right? What is that? What is it taking measure? We can say that M of E is less than or equal to what is it? M star of ON. Is it right? What is M star of ON? നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് M star of ON is less than or equal to M star of A plus 1 by N, which is equal to M star of A plus 1 by N. Right? So we can rewrite this as M of E is less than or equal to M star of E. This is equation number 2. From equation 1 and 2, we can write that M star of A is equal to what is it? M of E. Is it right? ഇതിലെ നമുക്ക് prove ചെയ്യേണ്ടിരുന്നത് there exists a measurable set which contains A and M star of A is equal to what? M of E. I hope you understand.